ഇപ്പോൾ നമ്മൾ ശ്രീ എം എൻ കാരശ്ശേരിയുടെയും ശ്രീ മുഹമ്മദ് ഷിയാസിന്റെയും പ്രതികരണങ്ങളാണ് തേടിയത്. അവരെല്ലാം സമസ്തയുടെ നിലപാടിനെ തള്ളിക്കളയുന്നുണ്ട്. എത്രയും വേഗം പരിഹാരം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അവിടുത്തെ സമരസമിതി പ്രതീക്ഷിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയൊക്കെ വരാൻ പോകുന്നു. ഒരു കൃത്യമായി അവരുടെ ആവശ്യം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പരിഹാരം സാധ്യമാകുമെന്ന് അവർ കരുതുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 34 ദിവസമായിട്ട് ഇവർ ഈ സമരം ചെയ്യുന്നത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് അവരുടെ മുന്നിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മറ്റ് ഈ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എന്ന് പറയുന്ന വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവർ കാലങ്ങളായിട്ട് ഇവിടെ പാർക്കുന്ന സ്ഥലം അത് അവർക്ക് അവരുടേതായി കിട്ടണം. അവർക്ക് ആ ഭൂമിയിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയണം. അതവർക്ക് നേടിയെടുക്കണം എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. ആ ആവശ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏതറ്റം വരെയും പോകും എന്ന രീതിയിൽ തന്നെയാണ് സമരസമിതി ഉള്ളത്. ഇപ്പോൾ 34 ദിവസം ഈ സമരം പിന്നിടുന്നു. ഇതിലൊരു വലിയൊരു മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. നിരവധിയായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഐക്യദാർഢ്യങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ എന്താണ് ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള നീക്കം? അല്ല, ഞങ്ങൾ 22-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, അന്ന് പി രാജീവ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MLA കെ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു, മെത്രാന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 22-ാം തീയതി കരമടക്കാനല്ല, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. അതായത് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അതേപോലെ വക്കീലന്മാർക്കും എല്ലാം മനസ്സിലായി ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് അവർക്ക് തെറ്റുപറ്റിയതാണ്. ഇത് ആ ആധാരം ശരിയായി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണോ ഇത് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത് അതേപോലെ തന്നെ വഖഫ് ബോർഡിൽ നിന്ന് നീക്കിത്തരണം. അത് ഗവൺമെൻറ് അത് വിചാരിച്ച് ഞങ്ങളുടെ പഴയ സ്ഥിതിയിലേക്ക് എങ്ങനെയാണോ ഞങ്ങൾ റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ച് ROR നടത്തി ഞങ്ങൾ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അതാണല്ലേ ശരി. ഞങ്ങൾ സാമൂഹ്യ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളറിയാതെ ഈ വഖഫ് ബോർഡിലേക്ക് എഴുതിയിരിക്കുന്നത് ആ രജിസ്റ്ററിൽ നിന്നും മാറ്റി ഞങ്ങളെ വിടുവിച്ചു തരും, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും. തീർച്ചയായിട്ടും. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന 22 എന്ന് പറയുന്ന തീയതി, ആ തീയതിയിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ആ 22-ാം തീയതി കൂടി തന്നെ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സമരസമിതി. ശരി, ഞാൻ മുഹമ്മദ് ഷഹീദിലേക്ക് കൂടി പോവുകയാണ്.